Hi dear ones, welcome to Choose Academy. പരീക്ഷകൾ അടുത്തെത്തുമ്പോൾ നമ്മൾ ഏറിയതും നമ്മൾ നോക്കുന്നത് ഏതായിരിക്കും 100% ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100% ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിനു വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ നമ്മൾക്ക് എവിടെ നിന്നൊക്കെ റെഫർ ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നമ്മൾ റെഫറൻസുകളും കളക്ട് ചെയ്യും. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം ഓഫ് എക്സാമിനേഷനിൽ വരത്തില്ല എന്ന്. പക്ഷേ ഈ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെറ്റ് ഇംഗ്ലീഷിന്റെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ അല്ല, പക്ഷെ അതേ പാറ്റേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. First question: a woman with literary or intellectual interest used to be referred to as dash. ലിറ്റററി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഇൻട്രസ്റ്റുകളുള്ള സ്ത്രീകളെ നമ്മൾ ഏത് പേര് പറഞ്ഞാണ് അവരെ അഭിസംബോധന ചെയ്തിരുന്നത്? യെല്ലോ ബെയിൻ, ബ്ലാക്ക് വിഡോ, ബ്ലൂ സ്റ്റോക്കിംഗ്സ്, വൈറ്റ് ഹാർട്ട്. സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വലി താല്പര്യമുള്ള സ്ത്രീകളെ വിളിച്ചിരുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റോക്കിംഗ്സ് എന്നാണ്. ബ്ലൂ സ്റ്റോക്കിംഗ്സ് എന്നാൽ 18ാം സെഞ്ചുറിയിൽ ബ്ലൂ സ്റ്റോക്കിംഗ് സൊസൈറ്റിയുടെ മെമ്പർ ആയിരുന്ന വിദ്യാസമ്പന്നരായിരുന്ന അതേപോലെ സാഹിത്യപരമായിട്ടും ഇന്റലക്ച്വൽ പരമായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിറ്റററി ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ടേംസും കാര്യങ്ങളും അതുപോലെ കുറച്ച് ക്ലബ്ബുകൾ, സ്ക്രിബ്ലേഴ്സ് ക്ലബ്ബ്, അങ്ങനത്തെ കുറച്ച് ക്ലബ്ബുകൾ, അതുപോലെ കോഫി ഹൗസ്, അങ്ങനത്തെ കുറച്ച് ടേംസും ആ ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറയുന്ന ടേംസ്, ഗ്രൂപ്പ്സ്, അതിലെ മെമ്പേഴ്സ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രീ റാഫലൈറ്റ് ഗ്രൂപ്പ്സ്, അതേപോലെ പ്രീ റാഫലൈറ്റ്സ് ഇറക്കിയിരുന്ന പീരിയോഡിക്കൽസിന്റെ പേര്, മൂവ്മെന്റ് ഗ്രൂപ്പിന്റെ പീരിയോഡിക്കലിന്റെ പേര്, അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകമായ വാക്കുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഹിസ്റ്ററി പരിശോധിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ട് മാറുന്നതായിരിക്കും. Next question: the 18th century writer who came to be called Parson Yorick after the name of a character in one of his work. Parson Yorick എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേര് പിന്നീട് ഒരു എഴുത്തുകാരൻ സ്വീകരിക്കുകയുണ്ടായി. തന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ അദ്ദേഹം സ്വീകരിക്കാൻ ഒരു ഇടയുണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ എഴുത്തുകാരൻ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സ്റ്റേൺ, സ്വിഫ്റ്റ്, റിച്ചാർഡ്സൺ, ഫീൽഡിംഗ്. ആരാണ്? ലോറൻസ് സ്റ്റേൺ ആണ്. ലോറൻസ് സ്റ്റേണിനെ പ്രശസ്തനാക്കിയതും അദ്ദേഹത്തെ നമ്മൾ അറിയുന്നതും അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള ട്രിസ്റ്റം ഷാൻഡിയിലൂടെയാണ്. കാരണം നമുക്കറിയാം അതുവരെ ഉണ്ടായിരുന്ന ആഖ്യാന ശൈലികളെ എല്ലാം പൊളിച്ചെഴുതിയ ഒരു വർക്ക് ആയിരുന്നു ലോറൻസ് സ്റ്റേണിന്റെ ട്രിസ്റ്റം ഷാൻഡി എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. അപ്പൊ അതിലെ ഒരു ക്യാരക്ടറിന്റെ പേരായിട്ടുള്ള പാസൻ യോറിക് തന്നെയാണ് പിൽക്കാലത്ത് ലോറൻസ് സ്റ്റേൺ അദ്ദേഹത്തിന്റെ ഒരു തൂലികാനാമം പോലെ അല്ലെങ്കിൽ ആ പേര് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? റൈറ്റേഴ്സ് അവരുടെ പെൻ നെയിം, അത് ആ പെൻ നെയിം അവർ ഓപ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ, ആ പെൻ നെയിമിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ്. ഓരോ ചോദ്യങ്ങളും നമ്മൾ ആ ഒരു ചോദ്യത്തിന്റെ ഒരു സർഫസ് ലെവലിൽ നിന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കാണ്ട് ആ ചോദ്യങ്ങളെ അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാം എന്നതാണ്. അപ്പോ ഈ ആവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും ലോറൻസ് സ്റ്റേണിന്റെ പാർസൻ യൂറിക് എന്നായിരിക്കില്ല. ഒരുപക്ഷെ നെക്സ്റ്റ് ടൈം ചോദിക്കുന്നത് പാർസൻ യൂറിക് എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് വർക്കിലെയാണെന്നായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ആ പാസൻ യോറിക് എന്ന് പറയുന്ന നമ്മൾ ആ ചോദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. പാസൻ യോറിക് എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് വർക്കിലാണെന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് കിട്ടും ട്രിസ്റ്റം ഷാൻഡി. പാസൻ യോറിക് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്രിയേറ്റർ ആരാണ്? ലോറൻ സ്റ്റേൺ. അപ്പൊ നമുക്ക് ട്രിസ്റ്റം ഷാൻഡി എന്ന് പറയുന്ന വർക്ക് എത്ര വോളിയൂംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ആ വർക്കിന്റെ പ്രത്യേകത, ആ വർക്കിലെ മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഓരോ ചോദ്യങ്ങളും അതിന്റെ വെറുതെ ആ ഒരു സർഫസ് ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചോദ്യം വായിച്ച് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് ആ ഓരോ ക്വസ്റ്റ്യനെയും അനാലിസിസ് ചെയ്ത് പഠിക്കുന്നത്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. Heaven lies about us in our infancy is a line from
ഹെവൻ ലൈസ് എബൌട്ട് ഇൻ അവർ ഇൻഫൻസി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻ ആണല്ലേ. ആൻഡ് ഈ ലൈൻ എഴുതിയത് ഷെല്ലി, ബ്രൗണിംഗ്, ടെന്നസൺ, വേർഡ്സ്വർത്ത്. നമുക്ക് ഒരു സംശയവും ഇല്ല, വേർഡ്സ്വർത്ത് ആണ്. കാരണം കുട്ടിക്കാലത്തെ ഓർമ്മകൾ അത്രമേൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് വേർഡ്സ്വർത്ത്. നമ്മുടെ റൊമാൻറ്റിക് ഏജിന്റെ മാനിഫെസ്റ്റോ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ്വർത്തിന്റെ ഏത് പോയത്തിലെ ലൈനാണിത്? യെസ്, ഓഡ് ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന പോയത്തിലെ ലൈനാണ് ഹെവൻ ലൈസ് ഇൻ അവർ ഇൻഫാൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് സ്വർഗത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ ആ ഒരു ഇമേജ് ഉണ്ടായിരിക്കുമെന്നും പിൽക്കാലങ്ങളിൽ നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കുമ്പോൾ ഭൂമിയിലെ എക്സ്പീരിയൻസുകളുമായി സഫ്യൂസ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഭൂമിയിലെ എക്സ്പീരിയൻസുകളുമായി ഇടകലർന്ന് ഈ ഓർമ്മകൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു കുഞ്ഞ് അവന്റെ ബോയ്ഹുഡിലേക്കും അഡൾട്ട്ഹുഡിലേക്കും മാൻഹുഡിലേക്കും മുന്നേറുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും കുഞ്ഞായിരിക്കുന്ന അവന്റെ ആ നിഷ്കളങ്കതയിൽ ഉണ്ടായിരുന്ന സ്വർഗീയ ഭാവം എവിടെയൊക്കെയോ നശിച്ചു പോകുന്നതായിട്ട്. എത്ര ഭംഗിയായിട്ടാണ് ഒരു പിഞ്ചു കുഞ്ഞ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു പിഞ്ചു കുഞ്ഞെന്ന് പറഞ്ഞ നിഷ്കളങ്കതയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇമേജ് ആണ് എന്ന് പറയുന്ന കാര്യം അതിലും മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുവാണ് അല്ലെ. അപ്പോൾ ഇങ്ങനത്തെ വളരെ യുണീക്ക് ആയിട്ടുള്ള വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ലൈൻസ് ഒക്കെ നമുക്ക് ലിറ്ററേച്ചറിലുണ്ട്. ഈ ലൈൻസ് ഒക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത്, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സാഹിത്യം എന്ന് പറയുന്നത് എത്രത്തോളം റിച്ച് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്ക്സിലെ ഇമ്പോർട്ടൻ്റ് ലൈൻസ് ഇതൊക്കെ പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, full-fledged vernacular language such as those developed in colonial European plantation settlements as a result of contact between groups that spoke mutually unintelligible language are known by the term Pidgin, Creole, Cant, Cantonese. നമ്മള് ലിംഗ്വിസ്റ്റിക്സ്, നമ്മള് ലാംഗ്വേജ് ടീച്ചേഴ്സ് അല്ലെ, സാഹിത്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള നമ്മള് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ്, നമ്മൾ ഭാഷ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിന് എത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നമ്മുടെ സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതിൽ ലിംഗ്വിസ്റ്റിക്സിലെ കീ ടേംസ് പിജിൻ, ക്രയോള്, ഡയലക്റ്റ്, രജിസ്റ്റർ, ലാങ്, പരോള്, കോമ്പിറ്റൻസ്, പെർഫോമൻസ്, ഇങ്ങനത്തെ കുറെ എക്സ്പാൻഡഡ് പിജിൻ, അങ്ങനത്തെ കുറേ ടേംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ചോദ്യം ഉത്തരം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യവും നമുക്ക് പരിചിതമാണ്, പക്ഷെ അതിനെ മറ്റൊരു ഭാവത്തിൽ അവതരിപ്പിച്ചേക്കുവാണ്. full-fledged vernacular language such as those developed in colonial plantation settlement സമയത്ത് as a result of contact between two groups, അതിന്റെ റിസൾട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ലാംഗ്വേജ്. നമുക്ക് രണ്ടിടത്തേക്ക് അതിന്റെ ആൻസർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പിജിൻ അല്ലെങ്കിൽ ക്രയോൾ. പക്ഷെ നമുക്ക് പിജിൻ ആണോ ക്രയോൾ ആണോ എന്ന് വ്യക്തമാക്കി തരുന്നത് full-fledged vernacular language എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. Pidgin എന്നാൽ are born out of need for people to communicate without speaking a common language. പരസ്പരം സംസാരിക്കാനായിട്ട് അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഡെവലപ്ഡ് ആകുന്ന ലാംഗ്വേജിനാണ് നമ്മൾ പിജിൻ എന്ന് പറയുന്നത്. Creole is a language that has evolved from contact between a European language and a local language. Creole എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു നോർമൻ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ മിങ്കിൾ ചെയ്യുമ്പോൾ ഡെവലപ്ഡ് ആകുന്നതാണ്. മോസ്റ്റ്ലി ക്രയോൾസ് എമോർജ് ചെയ്യുന്ന സ്ലേവ് ട്രേഡിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് വെസ്റ്റ് ഇൻഡീസിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഈ പറയുന്ന കോളനൈസേഷന്റെ ഭാഗമായിട്ട് ക്രയോൾ ലാംഗ്വേജുകൾ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കിവിടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അല്ലെ. കാരണം എന്താണ്, അവിടെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വന്ന ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പിജിൻ ആണോ എന്ന് സംശയിക്കാം. കാരണം എന്താണ്, ഒരു കോമൺ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യാൻ ഇല്ലാത്ത സിറ്റുവേഷനിലാണല്ലോ പിജിനും സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് കൃത്യമായി എത്താനായിട്ട് സാധിക്കുക? അതിന് നമുക്ക് പിജിനും ക്രയോളും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം.
Pidgin, which has a very limited vocabulary. എന്നാൽ Creole have an extensive developed vocabulary ആണ് ക്രയോളിനുള്ളത്. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് അവിടെ വ്യക്തമായി കഴിഞ്ഞു. ഫുൾ ഫ്ലെഡ്ജ്ഡ് vocabulary എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലിമിറ്റഡ് vocabulary ഉള്ളത് പിജിൻ ആണ്. ക്രയോളിനുള്ളത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള vocabulary ആണ്. And Pidgin has a very simple grammar and Creole have an extensive form of grammar. And പിജിൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് സെന്റൻസും ഫ്രേസ് സ്ട്രക്ചറും ഒക്കെയാണ്. കാരണം സിംപ്ലിഫൈഡ് ലാംഗ്വേജ് സ്ട്രക്ചർ ആണ് പിജിൻ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ക്രയോള് ഫോളോ ചെയ്യുന്നത് നേറ്റീവ് ലാംഗ്വേജ് ഹാവ് ഡിറൈവ്ഡ് ഫ്രം പിജിൻസ്. ധാരാളം നേറ്റീവ് ലാംഗ്വേജ് പിജിനിൽ നിന്നും എത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ക്രയോൾ എന്ന് പറയുന്നത്. Not typically a native language of any country but spoken as a second language. ഒരു കൺട്രിയുടെയും ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പിജിൻ മാറുന്നില്ല. പിജിൻ എപ്പോഴും ഒരു സ്പോക്കൺ ലാംഗ്വേജിൽ നിൽക്കുന്നുണ്ട്. ക്രയോളിനെ നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു വെർനാക്കുലർ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ക്രയോളിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫുൾ ഫ്ലെഡ്ജ്ഡ് വെർനാക്കുലർ ലാംഗ്വേജ്. നമ്മുടെ രണ്ട് പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ക്രയോളിന് ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്രാമർ സ്ട്രക്ചറും ഒരു ഡെവലപ്ഡ് വൊക്കാബുലറിയും ഉണ്ട്. ആൻഡ് ക്രയോൾ എപ്പോഴും ഒരു വെർനാക്കുലർ ലാംഗ്വേജ് ആണ്. ക്രയോൾ എപ്പോഴും ഒരു യൂറോപ്യൻ കൊളാബറേഷനുമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന ലാംഗ്വേജ് ആണ്. സോ ആൻസർ ക്രയോൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ ടേംസ്, കീ ടേംസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കീ ടേംസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് കിട്ടും. അതിനെ നിങ്ങൾ എന്താ പറയുക, ഉൾട്ടാ പുൾട്ട തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെ ചോദിച്ചാലും അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. അതുപോലെ ഈ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഴുത്തുകാര്, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അവർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ടേംസ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. A poem narrated to a reluctant but enthralled wedding guest. She walks in beauty, variation on the word sleep, the privileged lovers, the ancient mariner. ഈ പോയം എന്ന് പറയുന്നത് നമ്മുടെ കോളറിഡ്ജിന്റെ ഏൻഷ്യന്റ് മാരിനറിലെ ആ ഒരു തീമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലൈൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കറിയാം, റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ എക്സ്പീരിയൻസ് ഓഫ് എ സെയിലർ who returned after a long voyage. ഒരു വലിയ കടൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സെയിലറിന്റെ എക്സ്പീരിയൻസുകൾ എണ്ണി എണ്ണി പറയുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പോയമാണ് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ ബൈ എസ്.ടി. കോളറിഡ്ജ്. ഈ ഒരു പോയം, ഈ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡ് പിക്ക് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾക്ക് കുറെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു മിഥ്യാധാരണ വരും. ഓക്കെ, നമ്മൾ കോളറിഡ്ജിനെ നമുക്കറിയാം, ഷേക്സ്പിയറിനെ നമുക്കറിയാം, വേർഡ്സ്വർത്തിനെ അറിയാം, മാത്യു ആർണൽഡിനെ അറിയാം. ഇവരൊക്കെ കുറെ ക്ലാസിക് റൈറ്റേഴ്സ്, ലെറ്റ്സ് ഗോ ഫോർ എ ന്യൂ റൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ന്യൂ റൈറ്റേഴ്സിന്റെ നോട്ട്സ് തേടി പോകും. ന്യൂ റൈറ്റേഴ്സിന്റെ നോട്ട്സ് തേടി പോകണ്ട എന്നല്ല, പക്ഷെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന് എന്നും, അല്ലെങ്കിൽ ക്ലാസിക്കൽ പീസ് ഓഫ് ലിറ്ററേച്ചേഴ്സിന് എന്നും ഒരു സ്ഥാനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം. ഇവിടെ ഒരു വെഡിങ് സെറമണിയും അതിന് അവിടെ ഒരു ആള് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യവും അങ്ങനത്തെ അവിടുത്തെ വെഡിങ് ഗസ്റ്റുകളുടെ റിയാക്ഷൻസും അതെല്ലാം ഒരു ഓർണമെന്റൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിലൊക്കെ കോളറിഡ്ജ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയം നമ്മള് ക്ലാസിക്കൽ പീസസ് ആയിട്ടുള്ള ഓടുകള്, നമ്മുടെ എലിജീസ്, പാസ്റ്ററൽ എലിജീസ്, അതുപോലെ കോളറിഡ്ജിന്റെയും വേർഡ്സ്വർത്തിന്റെയും ഷെല്ലിയുടെയും കീറ്റ്സിന്റെയും ബൈറന്റെയും ഒക്കെ ഫേമസ് വർക്കുകൾ, ഇവയൊന്നും ഒഴിവാക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിന്റെ സ്റ്റോറി അറിയായിരിക്കണം. പോയം ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു സിംഗിൾ ലൈൻ, വൺ ലൈൻ സ്റ്റോറി എല്ലാത്തിന്റെയും അറിയായിരിക്കണം. പോയിന്റ്സ് ആണെങ്കിൽ ഒരു വൺ ലൈൻ തീം നിങ്ങൾക്ക് അറിയായിരിക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയത്തെ കുറിച്ച് മാത്രമല്ല, മറ്റു ഓപ്ഷൻസ് ആരുടെ ആയിരുന്നു, മറ്റു ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്താണ്, അതും കൂടി പഠിക്കാൻ വിട്ടുപോകരുത്. Cuisine, which emerged in the context of extensive multilingualism and developed in an urban vernacular, is best termed as A or an. അത് പിജിൻ ആണോ, ക്രയോൾ ആണോ, എക്സ്പാൻഡഡ് പിജിൻ ആണോ, ലിംഗ്വ ഫ്രാങ്ക? നമുക്കറിയാം ലിംഗ്വ ഫ്രാങ്ക അല്ല. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് കണക്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പേരാണ്. ഇവിടെ
ടോക്ക് മിസ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് വിച്ച് എമേർജ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സ്റ്റെൻസീവ് മൾട്ടിലിംഗ്വലിസം. മൾട്ടിലിംഗ്വലിസം അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ടോക്ക് മിസ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്ഡ് ആക്കി വരുവാണ്. ആൻഡ് ലേറ്റർ ഈ ഡെവലപ്ഡ് ഇൻ അർബൻ വെർനാക്കുലർ. അതൊരു അർബൻ വെർനാക്കുലർ ആയിട്ട് മാറുവാണ്. ലിംഗ്വിസ്റ്റിക്സിന്റെ കീ ടേംസിൽ ലാങ്, പരോള്, പിജിൻ, ക്രയോള്, അതുപോലെ കോമ്പിറ്റൻസ്, പെർഫോമൻസ്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, സൈൻ, പാരഡിഗ്മാറ്റിക്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ, കീ ടേംസ്. അതിലൊരു പുതിയ ടേം അല്ലെങ്കിൽ നമ്മൾ അധികം നോക്കാത്തൊരു ഏരിയ ആണ് എന്താണ് ഈ എക്സ്പാൻഡഡ് പിജിൻ എന്ന്. Expanded pidgin, a pigeon never creolized, but it is standardized and used in all domains. ഒരു pigeon creole ആകുമ്പോഴാണ് it can called as the mother tongue അല്ലെ. പക്ഷെ ഇത് ഒരിക്കലും ഒരു ക്രയോൾ ആകുന്നില്ല. എന്നാൽ സ്റ്റാൻഡേർഡൈസ്ഡ് യൂസിനും എല്ലാ കോണ്ടെക്സ്റ്റിലും എക്സ്പാൻഡഡ് പിജിൻ ഉപയോഗിക്കും. ഇറ്റ് ഹാസ് എ കോംപ്ലെക്സ് ഗ്രാമർ. ഒരു നോർമലി ഒരു സംസാര ഭാഷയ്ക്കുള്ളതിനപ്പുറം ഒരു സ്റ്റാൻഡേർഡ് ഫോമായി മാറുന്നത് കാരണം ഇതിനൊരു കോംപ്ലെക്സ് ഗ്രാമർ സ്ട്രക്ചറും വേർഡ് ഫോർമേഷൻ ടെക്നിക്സും ഒക്കെ ഉണ്ടായിരിക്കും. And it is used in almost domain of everyday life. Everyday life ന്റെ എല്ലാ ഡൊമെയിൻസിലും, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലും, ഫ്രണ്ട്ലി ടോക്കിലും, സീരിയസ് ടോക്കിലും, എല്ലാ ഡൊമെയിൻസിലും നമ്മൾ ഈ ഒരു ടോക്ക് ഉപയോഗിക്കാറുണ്ട്. ഫുൾ സെൽഫ് എക്സ്പ്രഷൻ, വേർഡ് പ്ലേ, ലിറ്ററേച്ചർ, ഇൻസ്ട്രുമെന്റൽ ഇൻ പ്രൊവൈഡിംഗ് കൊഹിൻഷൻ ഇൻ ഹെട്രോജീനിയസ് ഗ്രൂപ്പ്സ്. നമ്മുടെ ഒരുപോലുള്ള ഗ്രൂപ്പ്സിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഹോമോജീനിയസ് ഗ്രൂപ്പിലും ഹെട്രോജീനിയസ് ഗ്രൂപ്പിലും ഒക്കെ സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എക്സ്പാൻഡഡ് പിജിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് വെസ്റ്റ് ആഫ്രിക്കൻ പിജിൻ ഇംഗ്ലീഷും ടോക്ക് പിജിനും. നമ്മൾ അധികം നോക്കാത്തൊരു കാര്യമല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും നോക്കുന്ന ആ ഒരു വേവിൽ നിന്നും മാറി യു ഹാവ് ടു ഫൈൻഡ് ന്യൂ തിങ്സ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ യുണീക്ക് ആവും, കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് മാറും. The order or orders of the meaning of meaning. നമുക്ക് അധികം പരിചയത്തിലുള്ള ടെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. I.A. Richardson, C.K. Ogende, The Meaning of Meaning, a study of influence of language upon thought and of science of symbolicism. 1923 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ബുക്കിലകത്ത് 2 supplementary essays ഉണ്ട്. ബോറിൻസ്ലോയുടെയും E.G. ക്രൂക്ഷാങ്ങിന്റെയും. ഒരു പക്ഷേ ഇതിന്റെ ഏതും വരാം. മീനിങ് ഓഫ് മീനിങ് എന്ന് പറയുന്ന വാക്കിന്റെ ഫുൾ ടൈറ്റിൽ, ഹു പബ്ലിഷ്ഡ്, in which year it was published, writers, supplementary essays ആരൊക്കെയാണ്, എത്ര supplementary essays ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. The one and only pink poet to be named poet laureate, സിസ്ലി ഡി സേവിയസ് ആണ്. പിങ്ക് പോയറ്റ് എന്ന് പറയുന്നത് W.H. ഓഡന്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ് ആണ്. അവർ ലെഫ്റ്റ് സിംപതീസും സോഷ്യൽ കമ്മിറ്റ്മെന്റ്സും ഒക്കെയുള്ള ഒരു പോയറ്റ്സ് ആയിരുന്നു പിങ്ക് പോയറ്റ്സ്. ഇതുപോലെ റെയർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ പിങ്ക് പോയറ്റ്സ്. അപ്പൊ നമുക്കറിയാം വാർ പോയറ്റ്സ്, മൂവ്മെന്റ് പോയറ്റ്സ്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതുപോലത്തെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. The title of a founding text of queer theory. Queer theory എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എമേർജിംഗ് ബ്രാൻഡ് ആണ് queer theory. പക്ഷെ എന്റെ ഫൗണ്ടിങ് ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ജെൻഡർ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫെമിനിസം ആൻഡ് ദി സബ്വേർഷൻ ഓഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ജൂഡിത്ത് ബട്ട്ലറിന്റെ ഈ ഒരു ടെക്സ്റ്റ് ആണ് ക്യൂർ തിയറിയുടെ ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്നത്. ബട്ട്ലറിന്റെ ഈ ഒരു ഐഡിയ ആണ് പിന്നീട് അങ്ങോട്ടേക്ക് ക്യൂർ തിയറിയുടെ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പോ എമേർജിംഗ് ട്രെൻഡ്സും ക്ലാസിക്കൽ പീസസും സിംഗിൾ ലൈൻ സ്റ്റോറി, ക്യാരക്ടേഴ്സ്, തീം, ഇമ്പോർട്ടന്റ് ഏരിയാസ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഓതേഴ്സ് ഓഫ് ദി വർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടെ പഠിത്തം ഏറ്റവും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് നിങ്ങളുടെ പഠിത്തത്തെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ആക്കി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ല, ഒന്നാമതായി ഞാൻ പിക്ക് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പയനിയർ ഓഫ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ചോദ്യം പറയാം. ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് കോപ്പർ, കോളിൻസ്, കാക്സ്റ്റൺ, കാർലെ എന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾക്ക് ഒരു ഉത്തരമല്ല പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. വില്യം കാക്സ്റ്റൺ 1476 പ്രിന്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കിട്ടാം. ഏത് ഇയറിൽ, ആര്, എവിടെ, പിന്നെ ഏതാണ് പ്രധാനപ്പെട്ട അദ്ദേഹം ഫസ്റ്റ്ലി ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള വർക്ക്സ്. ഇപ്പൊ ജെഫ്രി ചൂസറിന്റെ ദ കാന്റർബറി ടെയിൽസ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രിന്റിംഗിൽ പറ്റിയിട്ടുള്ള ഒരു വർക്ക്സ് ആണ്. ഈ കാര്യം
ആ കൂടെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആരാണ് കോപ്പർ, ആരാണ് കോളിൻസ്, ആരാണ് കാർലെ. ഹീറോ വർക്ക്ഷിപ്പ് എന്ന് ഹീറോ വർക്ക്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് എസ്സേസ് കാർലേക്കുണ്ട്. അപ്പൊ നമ്മൾ കാർലയുടെ വർക്ക്സ് പഠിക്കണം, കാക്സിന്റെ വർക്ക്സ് പഠിക്കണം, കോളിൻസിന്റെ വർക്ക് പഠിക്കണം, കോപ്പറിന്റെ വർക്ക്സ് പഠിക്കണം. ഇവരാരൊക്കെയാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചോദ്യം അതിൽ നിന്ന് നമുക്ക് മിനിമം ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് സെൽഫായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റണം. ഏത് വർഷം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുക്സ്, അല്ലെങ്കിൽ എവിടെയാണ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിന്റിംഗ്, പിന്നെ ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് ഇതിന്റെ ഉത്തരങ്ങളായില്ല, അപ്പോൾ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് വേണം ഒരു ചോദ്യം നിങ്ങൾ മറിച്ച് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാനായിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ പോയിറ്റ് ഹു മെയ്ഡ് റെഫറൻസ് ടു സംയൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ. അത് നമുക്കറിയാം തോമസ് ഗ്രേയുടെ വരികളാണ് എന്ന്. കാരണം തോമസ് ഗ്രേയുടെ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ ഇപ്പോഴും മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് വർക്കാണ് ഈ ഒരു ലൈനുള്ള പോയം. Some village Hampton that with dauntless breast the little yard of his field withstood, some mute inglorious Milton here may rest, some Cromwell glitless of the country's bed. ഏതുള്ള വരികളാണ്? അതെ, നമ്മൾ തോമസ് ഗ്രേയുടെ ഏറ്റവും നമ്മൾ സിലബസിന്റെ ഭാഗമല്ലെങ്കിൽ പോലും നമ്മൾ തോമസ് ഗ്രീനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോയം നമ്മൾ ഒഴിവാക്കാതെ പഠിക്കുന്ന പോയമാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. 128 ലൈൻസ് ഉള്ള ഒരു പോയമാണ് ഹ്യൂമൻ മോർട്ടാലിറ്റിയെ കുറിച്ച്. ദാറ്റ് മീൻസ് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും മരണം തേടിയെത്തും. റിമെമ്പർ ദാറ്റ് യു മസ്റ്റ് ഡൈ, നിങ്ങളും ഒരു ദിവസം മരിക്കും, നിങ്ങളെയും ഒരു ദിവസം മരണം തേടി വരും എന്ന് പറഞ്ഞ് വലിയവർക്കും ചെറിയവർക്കും അല്ലെങ്കിൽ പണക്കാരനും പാവപ്പെട്ടവനും ഇടയിൽ മരണം യാതൊരു ഡിഫറൻസും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോയമായിരുന്നു എലിജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ്. ഈ ഒരു പോയം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഇതിനകത്ത് മിൽട്ടനെ കൂടാതെ നമ്മൾ ഇൻഗ്ലോറിയസ് മിൽട്ടന്റെ ആ ഒരു മിൽട്ടൺ എന്ന് പറഞ്ഞ പോയിറ്റിനെ കൂടാണ്ട് ക്രോംവെൽ എന്ന് പറഞ്ഞ പോയിറ്റിന്റെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരാവുന്നത് ക്രോംവെല്ലിന്റെ ലൈൻ അല്ലെങ്കിൽ മിൽട്ടനെയും ക്രോംവെല്ലിനെയും സ്പെസിഫൈ ചെയ്യുന്ന പോയം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എലിജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡിൽ തോമസ് ഗ്രേ പറയുന്ന പോയിറ്റ്സ് ആരൊക്കെയാണ്, മെൻഷൻ ചെയ്യുന്ന പോയിറ്റ്സ് ആരൊക്കെയാണ്. ഇങ്ങനെ വി ക്യാൻ എക്സ്പെക്ട് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെയിം പോയം. സോ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ മാത്രം പഠിക്കാണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അതൊക്കെ നിങ്ങൾ പഠിക്കണം. Who is considered as the poet? തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും പോയിറ്റ് എന്ന് വിളിപ്പേരുള്ളത് എഡ്മണ്ട് സ്പെൻസർക്കാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കാലാകാലങ്ങളായിട്ട് നമ്മൾ പലർക്കും ഈ ഒരു പട്ടം ചാർത്തി കൊടുക്കാറുണ്ട്. മൈക്കൽ ജെ സെർവാൻഡേഴ്സ്, ഖലീബ്, ഫെഡറിക് ഹോൾഡ്രിൻ, ഹോമർ, ജോൺ ദ ഇവാഞ്ചലിസ്റ്റ്, ഓഫേഴ്സ്, പെട്രാർക്ക്, പി.ബി. ഷെല്ലി, എഡ്മണ്ട് സ്പെൻസർ, W.B. യീറ്റ്സ് പല കാലങ്ങളിലായിട്ട് പോയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പോയിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്ത ഒരു ആൻസർ എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ തന്നെയാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചില മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഇപ്പൊ ക്രിട്ടിക് എന്നും അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഈ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. The Abbey Theatre is associated with dash. അയർലൻഡിലെ ഒരു നാഷണൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന ഒരു തിയേറ്റർ കാറ്റഗറിയാണ് ആബേ തിയേറ്റർ. ആബേ തിയേറ്റർ പഠിക്കുമ്പോൾ ഇതുപോലെ സമകാലികമായിട്ട് മറ്റ് ഏതെങ്കിലും ഉണ്ടോ? അബ്സർഡ് തിയേറ്റർ, എപ്പിക് തിയേറ്റർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആബേ തിയേറ്ററിനെ പഠിക്കുമ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത? ആ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. ആബേ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ്. സ്ഥാപിച്ചിട്ടുള്ളത് അയർലൻഡിലെ ഡബ്ലിനിലാണ്. ഫസ്റ്റ്ലി ഓപ്പൺ ആക്കിയിട്ടുള്ളത് 1904 പ്രധാനപ്പെട്ട പ്രൊപ്പോണൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് W.B. യെറ്റ്സും ലേഡി ഗ്രിഗറിയുമാണ്. അവരുടെ കൂടെ കൂടിയ വ്യക്തികളായിരുന്നു സീൻ ഓ സെസേനി, ജോൺ മിൽട്ടിങ്സൺ സിൻറ്റി. ഒരു പക്ഷേ W.B. യെറ്റ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെ ചോദിക്കാം, അല്ലെങ്കിൽ W.B. യെറ്റ്സിന്റെ കൂടെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആ ഒരു ഒരാളുടെ പേര് സ്പെസിഫിക്കലി തന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും പിക്ക് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഇത്രയും പേരുകൾ തന്നിട്ട് ഇവരിൽ ഒരു പാർട്ട്, ഒരു എക്സ്ട്രാ ഒരാളെ ആഡ് ചെയ്തിട്ട് ആബേ തിയേറ്ററിൽ പെടാത്ത ആളെ പിക്ക് ചെയ്യാൻ പറയാം. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആബേ തിയേറ്റർ അയർലൻഡ് എന്ന് പഠിച്ച് മാത്രം നിങ്ങൾ ഈ ചോദ്യത്തെ കാണാണ്ട് തിങ്ക് ഫ്രം എ വെരി ഡിഫറെന്റ് പെർസ്പെക്ടീവ്. T.S. Eliot well known poem published in the 20th century is dash. നമുക്കറിയാം T.S. Eliotന്റെ വേസ്റ്റ് ലാൻഡ് ആണെന്ന്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, വേസ്റ്റ് ലാൻഡ്,
The Wasteland, Wasteland 1922, The Wasteland. ആക്ച്വലി ആ ബുക്കിന്റെ ടൈറ്റിൽ ആണ് ദ വേസ്റ്റ് ലാൻഡ്. നമുക്ക് സംശയമില്ലായിരുന്നല്ലേ, നമുക്ക് വേസ്റ്റ് ലാൻഡ് എന്ന് എലിയേറ്റ് ആണെന്ന് പറയാം, പക്ഷെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. വേസ്റ്റിന് ശേഷം സ്പേസ് ഉണ്ടോ, വേസ്റ്റും ലാൻഡും ഒറ്റ വേർഡ് ആണോ, കോമ്പൗണ്ട് വേർഡ്സ് ആണോ, സെപ്പറേറ്റ് വേർഡ്സ് ആണോ, നമ്മൾ ഡൗട്ട് ഒക്കെ വന്നേക്കാം. അപ്പൊ ഇതുപോലത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇത് വേസ്റ്റ്ലാൻഡിനെ കുറിച്ചുള്ള കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. വേസ്റ്റ്ലാൻഡ് 1922 പബ്ലിഷ് ആക്കിയിട്ടുള്ള 434 വരികളുള്ള 5 സെക്ഷൻസ് ഉള്ള ഒരു പോയമാണ്. ബറിയൽ ഓഫ് ദി ഡെഡ്, ഗെയിം ഓഫ് എ ജസ്, ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെറ്റ്. കൃത്യമായി ഈ 5 സെക്ഷൻസിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഓരോ സെക്ഷൻസിന്റെ ബിഗിനിങ് ലൈൻസ്, ഓരോ സെക്ഷനിൽ വരുന്ന ക്യാരക്ടേഴ്സ്, ഓരോ സെക്ഷനിൽ വരുന്ന തീംസ്, opening line of the poem and the closing line of the poem, opening section of the poem, closing section of the poem. ഇനി ഓരോ സെക്ഷനും ഏതെങ്കിലും മിത്തോളജിക്കൽ റെഫറൻസ് ഉണ്ടെങ്കിൽ അത്. ഇങ്ങനെ ഒരു വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങൾ നടത്തണം. കാരണം ഒരു പ്രാവശ്യം വന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിൽ നിന്നും ചിലപ്പോൾ പാറ്റേൺ മാറ്റി അതിന്റെ ഒരു ഉൾട്ട പുൾട്ട രീതിക്ക്, ദാറ്റ് മീൻസ് ഒരു പ്രാവശ്യം വർക്ക് തന്നു പോയിട്ടിനെ ചോദിച്ചു, നെക്സ്റ്റ് ടൈം പോയിട്ട് തന്നു വർക്ക് ചോദിച്ചു, അല്ലെങ്കിൽ വർക്ക് തന്നു ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചു. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ചോദ്യത്തിൽ നിന്നും മാക്സിമം 10-15 ടൈപ്പിൽ ആ ക്വസ്റ്റ്യൻസിനെ മാറി ചിന്തിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ നോക്കിയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു പാറ്റേണും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ലിംഗ്വിസ്റ്റിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ലിംഗ്വിസ്റ്റിക്സിലെ കീ ടേംസ്, അതേപോലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, അത് പോയിട്രി ആണെങ്കിലും പ്രോസ് ആണെങ്കിലും ഡ്രാമയാണെങ്കിലും നോവൽ ആണെങ്കിലും അത് എല്ലാം പഠിക്കുമ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ചും ആ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവർ പറയുന്ന ഡയലോഗുകളെക്കുറിച്ചും ആ വർക്ക്സിന്റെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, പോയിട്രി ആണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ലൈൻസ്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യങ്ങൾ ഇതേപോലെ പരീക്ഷയ്ക്ക് ആവർത്തിക്കും എന്ന് വിശ്വസിക്കരുത്. അങ്ങനെ ആവർത്തിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ ഇതിന്റെ മറുവശങ്ങളിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു പോകുക. ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിന്റെ മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ട് ആകുന്നില്ല എന്നൊരു ധാരണയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.